നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മൂന്നുമുറി ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം കൈലാസ ശിവക്ഷേത്രത്തിലെ കാവടി മഹോത്സവം വർണ്ണാഭമായി. ഉപ്പിളിയം മുത്തുമല ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം ആഘോഷിച്ചു. തലോരിൽ കോഴി മാലിന്യവുമായി വന്ന പിക്കപ്പ് വൈദ്യുതി പോസ്റ്റിലിടിച്ചു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വാഹനത്തിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യാതെ വന്നതോടെ ദുർഗന്ധം പരന്നത് നാട്ടുകാരെ ദുരിതത്തിലാക്കി. മണ്ണമ്പേട്ടയിൽ റോഡരികിൽ പൈപ്പ് അറ്റകുറ്റപ്പണികൾക്കായി വാട്ടർ അതോറിറ്റി കുഴിയെടുത്തത് അപകടക്കെണിയാകുന്നു. സുരക്ഷാ നടപടി വേണമെന്ന് യാത്രക്കാർ. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള ഒന്നാം സ്ഥാനം കൊടകര ഗ്രാമപഞ്ചായത്തിന്. മുരിയാട് ഗ്രാമപഞ്ചായത്തിന് ഇരട്ട പുരസ്കാരം. ആമ്പല്ലൂർ കലാസാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ പത്മഭൂഷൺ ഡോക്ടർ അളഗപ്പ ചെട്ടിയാരുടെ 117ാം ജന്മദിനം ആചരിച്ചു. മുട്ടിത്തടി ശ്രീ ശക്തി ദേവി ക്ഷേത്രത്തിലെ നടതുറപ്പ് പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. കുഞ്ഞാലിപ്പാറയുടെ താഴ്വരയിൽ നിറഞ്ഞാടിയ നിലക്കാവടികളും പൂക്കാവടികളും ഒമ്പതുങ്ങൽ ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിലെ കാവടി മഹോത്സവം വർണ്ണാഭമാക്കി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ 8 ദേശങ്ങളിൽ നിന്നും എത്തിയ കാവടി സംഘങ്ങളാണ് കുന്നിൻ മുകളിലുള്ള ക്ഷേത്രാങ്കണത്തിൽ വർണ്ണക്കാഴ്ചയൊരുക്കി ആടിത്തിമിർത്തത്. വൈകുന്നേരം മൂന്നുമുറി പള്ളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച സന്ധ്യാവിസ്മയ കാഴ്ചയിൽ കഥകളി രൂപങ്ങൾ, തിറ, ശിങ്കാരിമേളം, വെറൈറ്റി പ്രോഗ്രാം, നാസിക് ഡോൾ എന്നിവ അണിനിരന്നു. യുവചൈതന്യ സെറ്റ്, തെക്കുമുറി യുവജന സംഘം, അമ്പലനട സെറ്റ്, ശ്രീമുരുക സെറ്റ്, കുഞ്ഞാലിപ്പാറ സെറ്റ്, വേൽമുരുക സെറ്റ്, ശാന്തിനഗർ സെറ്റ്, ടൗൺ സെറ്റ് എന്നീ കാവടി സെറ്റുകളാണ് ആഘോഷത്തിൽ പങ്കാളികളായത്. മുപ്പിളിയം മുത്തുമല ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടിയാട്ടവും ഉണ്ടായി. വൈകിട്ട് കാഴ്ചശീവേലി, ദീപാരാധന, വർണ്ണക്കാഴ്ചയും നടത്തി. തലൂരിൽ കോഴി മാലിന്യവുമായി വന്ന പിക്കപ്പ് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു. അപകടം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വാഹനത്തിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യാതെ വന്നതോടെ ദുർഗന്ധം പരന്നത് നാട്ടുകാരെ ദുരിതത്തിലാക്കി. ഞായറാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. തൃശൂർ ഭാഗത്തു നിന്ന് വന്ന പിക്കപ്പ് നിയന്ത്രണം വിട്ട് വൈദ്യുത പോസ്റ്റിൽ ഇടിച്ച് പോസ്റ്റ് ഒടിഞ്ഞു. അപകടത്തിൽ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പ്ലാസ്റ്റിക് വീപ്പകളിലാക്കിയ കോഴി മാലിന്യമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. രാവിലെ നടന്ന സംഭവം ആയിരുന്നിട്ടും ഉച്ചയോടെയാണ് പിക്കപ്പും മാലിന്യവും ഇവിടെ നിന്ന് മാറ്റിയത്. മണിക്കൂറുകളോളം പ്രദേശത്ത് ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാരും പ്രതിഷേധത്തിലായിരുന്നു. മണ്ണമ്പേട്ടയിൽ റോഡരികിൽ പൈപ്പ് അറ്റകുറ്റപ്പണികൾക്കായി വാട്ടർ അതോറിറ്റി കുഴിയെടുത്തത് അപകടക്കെണിയാകുന്നു. അപകട സാധ്യതാ മേഖലയിലെ അറ്റകുറ്റപ്പണികൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ലാഘവത്തോടെ നടത്തുന്നുവെന്നാണ് യാത്രക്കാരുടെ ആരോപണം. വീതിക്കുറവുള്ള മണ്ണമ്പേട്ട റോഡിൽ നിരവധി അപകടങ്ങൾ നടന്നിട്ടുണ്ട്. കുഴിയെടുത്ത ഭാഗത്തു തന്നെ ബൈക്ക് അപകടത്തിൽ ഒരാൾ മരിച്ചിട്ടുമുണ്ട്. റോഡിൽ തന്നെ പലയിടത്തായി കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെയാണ് വാട്ടർ അതോറിറ്റി പൈപ്പിടാൻ റോഡരികിൽ കുഴിയെടുത്തത്. ചുവന്ന റിബൺ മാത്രം കെട്ടിവെച്ചാണ് യാത്രികർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ കുഴിയുണ്ടെന്നറിയാതെ ഇതുവഴി പോകുന്ന യാത്രക്കാർ കുഴിയിൽ വീഴാൻ സാധ്യതയേറെയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. റോഡിലൂടെ സുരക്ഷിതമായ യാത്രയ്ക്ക് വഴിയൊരുക്കണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം കൊടകര ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു. ജില്ലയിലെ മറ്റ് 85 പഞ്ചായത്തുകളെ പിന്നിലാക്കിയാണ് കൊടകര പഞ്ചായത്ത് ഈ നേട്ടം സ്വന്തമാക്കിയത്. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ മികച്ച പരിശോധനകളും മാലിന്യ സംസ്കരണത്തിനായി വൈവിധ്യമാർന്ന പദ്ധതികളും നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കൊടകര ഗ്രാമപഞ്ചായത്ത് പുരസ്കാരത്തിന് അർഹമായത്. ഹരിതമിത്രം ആപ്പ് വഴി അജൈവ മാലിന്യങ്ങളുടെ ശേഖരണം,
ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് സ്മാർട്ട് ഫോൺ അടക്കം 14,000 രൂപ ശരാശരി വേതനം ഉറപ്പുവരുത്തൽ, MCFകളുടെ കൃത്യമായ പ്രവർത്തനം തുടങ്ങിയവയാണ് കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ മികച്ച നേട്ടങ്ങൾ. തൃശൂരിൽ നടന്ന മാലിന്യമുക്ത ജില്ലാ പ്രഖ്യാപന ചടങ്ങിൽ കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്ന റവന്യൂ മന്ത്രി കെ രാജൻ, കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവരിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങി. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച് മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരത്തിൽ 3ാം സ്ഥാനവും ഹരിത വിദ്യാലയ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരവും മുരിയാട് ഗ്രാമപഞ്ചായത്തിന്. 5 മേഖലകളിൽ 10 ഘട്ടമായി 60-ൽ പരം പദ്ധതികൾ നടത്തിയാണ് മുരിയാട് ഗ്രാമപഞ്ചായത്ത് മാറുന്ന മുരിയാടിന്റെ മാറ്റുകൂട്ടാൻ ക്ലീൻ ഗ്രീൻ മുരിയാട് പദ്ധതി നടപ്പിലാക്കിയത്. റവന്യൂ മന്ത്രി കെ രാജനിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റ്ലപ്പള്ളി, വൈസ് പ്രസിഡന്റ് രതി ഗോപി, ആരോഗ്യ സമിതി ചെയർമാൻ KU വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും ഹരിതകർമ്മസേന കൺസോർഷ്യം ഭാരവാഹികളും ചേർന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. മാലിന്യമുക്തം നവകേരളം പദ്ധതിയിൽ കൊടകര ബ്ലോക്ക് തലത്തിൽ മികച്ച റെസിഡൻഷ്യൽ അസോസിയേഷനായി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിലെ ഗാന്ധിനഗർ റെസിഡൻഷ്യൽ അസോസിയേഷനെ തെരഞ്ഞെടുത്തു. അസോസിയേഷൻ ഭാരവാഹികളായ ഷാജു കാളിയേങ്കര, AL ജോയ്, റൂബി ഡേവീസ്, തങ്കമ്മ ആൻഡോ, കൃപ ഷാജു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു എന്നിവർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രനിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി. മറ്റത്തൂർ പഞ്ചായത്തിലെ മികച്ച സാമൂഹ്യ സംഘടനയ്ക്കുള്ള അംഗീകാരം അവിട്ടപ്പള്ളി ഹിൽ വ്യൂ റെസിഡൻസ് അസോസിയേഷന് ലഭിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. ഹിൽ വ്യൂ അസോസിയേഷൻ പൊതുയോഗം പഞ്ചായത്ത് അംഗം MS സുമേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KS ശോഭി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് നൽകിയ അവാർഡ് ബിന്ദു മനോജ് കുമാർ യോഗത്തിൽ വെച്ച് നൽകി. മെക്കാനിക് പ്രവർത്തനത്തിൽ ഡോക്ടറേറ്റ് കിട്ടിയ ഭാഗ്യനാഥിനെ യോഗത്തിൽ അനുമോദിച്ചു. T ബാലകൃഷ്ണ മേനോൻ, സെൽവൻ കല്ലിങ്കപ്പുറം, വനജ ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ആമ്പലൂർ കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ പത്മഭൂഷൺ ഡോക്ടർ അളഗപ്പ ചെട്ടിയാരുടെ 117ാം ജന്മദിനം ആചരിച്ചു. അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജ് മുൻ പ്രിൻസിപ്പാൾ പീതാംബരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തി. രാധാകൃഷ്ണൻ പറമ്പത്ത്, സമിതി ജോയിന്റ് സെക്രട്ടറി P ഇന്ദുചൂടൻ, ദൂരദർശൻ റിട്ടയർഡ് പ്രോഗ്രാം ഡയറക്ടർ ടിഒ ഹെൻറി, ആമ്പലൂർ കലാ സാംസ്കാരിക സമിതി പ്രസിഡന്റ് M വിദ്യാധരൻ, ത്യാഗരാജാർ പോളിടെക്നിക് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പാൾ NJ സാബു, ത്യാഗരാജാർ പോളിടെക്നിക് കോളേജ് അലൂമിനി അസോസിയേഷൻ സെക്രട്ടറി വർഗീസ്, സമിതി അംഗം P ഉണ്ണികൃഷ്ണൻ, സമിതി സെക്രട്ടറി AK ഗോവിന്ദമേനോൻ എന്നിവർ സന്നിഹിതരായി. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. ചാലക്കുടി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് പേഴ്സൺ ശാലിനി ജോയ് അധ്യക്ഷത വഹിച്ചു. മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം സംസ്ഥാന സെക്രട്ടറി ജോയ് കൈതാരത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഉമ്മക്കുൽസു അസീസ്, CDS ചെയർപേഴ്സൺ സുനിത ബാലൻ, KK ശിവരാമൻ, ബേബി കണ്ണമ്പടത്തി, ട്രസ്റ്റ് പ്രസിഡന്റ് TR ഔസേപ്പുട്ടി, സെക്രട്ടറി KV ഷാജു, കരാട്ടെ മാസ്റ്റർ PA അർഫാൻ, സീത കുമാരൻ, മനസ്വിനി ലെനിൻ എന്നിവർ പ്രസംഗിച്ചു. ലഹരി വിരുദ്ധ സന്ദേശവുമായി കോടാലിയിലെ കരാട്ടെ സ്കൂൾ വിദ്യാർത്ഥികളും കോടാലി കുട്ടിക്കൂട്ടം കൂട്ടായ്മയിലെ കുട്ടികളും ഫ്ലാഷ് മോബും വിവിധ പരിപാടികളും അവതരിപ്പിച്ചു. ഷീല രാജൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വളർന്നു വരുന്ന ആ കാലഘട്ടത്തിൽ നടത്തുന്ന ലഹരി ചാലക്കുടി സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരുടെ ഒരു സംഘടന നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്തിൽ തന്നെ വ്യക്തിത്വവും കുടുംബവും ദുഷ്ടതയുടെ സുഖം ഒരു പരിധി വരെ കളക്ട് ചെയ്ത് പഠനം നടത്തി ഭ്രാന്തമായ അവസ്ഥയിൽ അഭിനന്ദനാർഹമാണ്. കളിപ്പറമ്പിൽ ഒരു പ്രതികരണം ലഹരിയുടെ ഈ മറ്റു വീഞ്ഞായിട്ടോ പാനീയങ്ങളോ ഒക്കെ ആയിട്ട് ലഹരി മാറ്റിയുള്ള ഓരോ വിഷയങ്ങളും ഏറ്റവും ഇന്ന് ഇതുപോലെയുള്ള വ്യക്തിത്വവും കുടുംബവും എല്ലാ ശ്രമങ്ങളും നടത്തി ഈ ആശയം പകർത്തുന്നതിന് ഞാൻ തിരിച്ചറിയുന്നു. ജനകീയ സംരക്ഷണ സമിതി പുലിക്കണ്ണി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കൈകോർക്കാം എന്ന പ്രമേയത്തോടുകൂടി ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു.
ജനകീയ സംരക്ഷണ സമിതി പുലിക്കണി യൂണിറ്റ് പ്രസിഡന്റ് സാദിഖ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ പോലീസ് അക്കാദമി ഡിവൈഎസ്പി PB പ്രശോഭ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. ജനകീയ സംരക്ഷണ സമിതി വരന്തരപ്പള്ളി മേഖലാ വൈസ് പ്രസിഡന്റ് ഷിഹാബ് കറുമണ്ണിൽ, പഞ്ചായത്ത് അംഗം സുഹറ മജീദ്, സമിതി വരന്തരപ്പള്ളി മേഖലാ പ്രസിഡന്റ് തുയ്യത്ത് ശിവദാസൻ, PU ഷിഹാബ്, ജസ്റ്റിൻ മുല്ലൂർ, KY മുഹമ്മദ്, മാട മജീദ്, മുഹമ്മദ് ഉസ്താദ് എന്നിവർ പ്രസംഗിച്ചു. പുലിക്കണ്ണി സമിതി യൂണിറ്റ് സെക്രട്ടറി VM ഹുസൈൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മുട്ടിത്തടി ശ്രീ ശക്തിദേവി ക്ഷേത്രത്തിലെ നടതുറപ്പ് പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് രാവിലെ ഗണപതി ഹോമം നടത്തി. ക്ഷേത്രം മേൽശാന്തി ബിജു പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നു. നിരവധി പേർ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുത്തു. പ്രസിഡന്റ് ശിവൻ അന്തിക്കാടൻ, സെക്രട്ടറി പൃഥ്വിരാജ് പുന്നക്കത്തറയിൽ, ട്രഷറർ രവീന്ദ്രൻ മുല്ലക്കര എന്നിവർ നേതൃത്വം നൽകി. ആറാട്ടുപുഴ പൂരത്തിന്റെ പങ്കാളി ക്ഷേത്രമായ പിടിക്കപ്പറമ്പ് കല്ലേലി ശാസ്താ ക്ഷേത്രത്തിൽ തിരുവാതിര വിളക്കിനോടനുബന്ധിച്ച് ശാസ്താക്കന്മാരുടെ സംഗമം നടന്നു. കല്ലേലി ശാസ്താവ്, മേടംകുളങ്ങര ശാസ്താവ്, മാട്ടിൽ ശാസ്താവ് എന്നീ ദേവന്മാരുടെ ഒന്നിച്ചുള്ള എഴുന്നള്ളിപ്പ് ദർശിക്കാൻ നിരവധി പേരെത്തി. എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ചുള്ള മേളത്തിന് പെരുവനം സതീശന്മാരാർ നേതൃത്വം നൽകി. ക്ഷേത്രത്തിലെ ഇറക്കി പൂജയ്ക്ക് ശേഷം മാട്ടിൽ ശാസ്താവ് തിരിച്ചെഴുന്നള്ളി. കല്ലേലി ശാസ്താവിനൊപ്പം മേടംകുളങ്ങര ശാസ്താവും ചേർന്ന വിളക്കെഴുന്നള്ളിപ്പും ഉണ്ടായി. കൊരേച്ചാൽ ശ്രീ ദുർഗ കിരാതപാർവതി ക്ഷേത്രത്തിൽ അവധിക്കാല ചിത്രരചനാ ക്ലാസുകൾ ആരംഭിച്ചു. ക്ലാസിന്റെ ഉദ്ഘാടനം മാവേലിക്കര ഗവൺമെന്റ് രാജാ രവിവർമ്മ ഫൈൻ ആർട്സ് കോളേജ് ലെക്ചറർ ജിനൻ കൊറ്റിക്കൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് K കൊച്ചുണ്ണി കർത്ത അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ട്രഷറർ ഷനോജ് വെട്ടിയാട്ടിൽ, ഭഗ്നി മണ്ഡൽ പ്രസിഡന്റ് സരസ സുരേഷ്, കമ്മിറ്റി അംഗങ്ങളായ സുശീല പ്രേംലാൽ, ദേവകി സിദ്ധാർത്ഥൻ എന്നിവർ പ്രസംഗിച്ചു. എന്തായാലും വളരെ സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ്. ഞങ്ങളുടെ തന്നെ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ 2019 അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ അപ്സര ഭാരവാഹികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ മൂന്നാമത്തെ സംരംഭമാണ് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി 2 സംരംഭങ്ങൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. മൂന്നാമത്തെ സംരംഭം പൊന്നൂക്കര മൈമ്പിള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. രാവിലെ കണി കാണിക്കൽ, കലശത്തിങ്കൽ ഉഷപൂജ തുടങ്ങിയ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി പെരുന്തരിമന നാരായണൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് വിവിധ ദേശങ്ങളിൽ നിന്നും വാദ്യമേളത്തിന്റെയും കാവടിയുടെയും അകമ്പടിയോടുള്ള പൂരം വരവും ഉണ്ടായി. കൂട്ടിയെഴുന്നള്ളിപ്പിന് കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടപ്പേറ്റി. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ സന്തോഷ് കിഴക്കേപ്പുര, സുരേന്ദ്രൻ പണിക്കാട്ടിൽ, സേതുമാധവൻ കുന്നമ്പത്ത്, മറ്റു കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ചുള്ള ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയ വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി നിർവഹിച്ചു. ഫൊറോന സഹവികാരി ഫാദർ ലിൻഡോ കാരേക്കാടൻ, ജനറൽ കൺവീനർ ജോസ് ഊക്കൻ, ജോയിന്റ് ജനറൽ കൺവീനർമാരായ ആന്റണി വെട്ടത്തുപറമ്പൻ, പ്രിൻസ് ചിറ്റാട്ടുകരക്കാരൻ, കൈക്കാരന്മാരായ വർഗീസ് കോമ്പാറ, വർഗീസ് തൊമ്മാന, സെക്രട്ടറി ജസ്റ്റിൻ പന്തലിപ്പാടൻ, പള്ളി PRO ജോയ്സ് തെക്കുന്തല എന്നിവർ സന്നിഹിതരായിരുന്നു. ലോൺ ടേക്ക് ഓവർ ചെയ്ത് മറ്റൊരു ലോൺ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് പരാതിക്കാരിയുടെ പേരിൽ കാർ വാങ്ങി തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ റിമാൻഡ് ചെയ്തു.
എറിയാട് അത്താണി സ്വദേശിയായ മംഗലപ്പള്ളി വീട്ടിൽ 33 വയസ്സുള്ള സനോജിനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ: മൂർക്കനാട് സ്വദേശിയായ പരാതിക്കാരി ഇരിങ്ങാലക്കുടയിലെ ഒരു ബാങ്കിൽ ആധാരം പണയം വെച്ച് ലോൺ എടുത്തിരുന്നു. ഈ ലോൺ ടേക്ക് ഓവർ ചെയ്ത് മറ്റൊരു ലോൺ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 2024 ഫെബ്രുവരി മാസത്തിൽ 30,000 രൂപ ബാധ്യത തീർക്കാനെന്ന് പറഞ്ഞ് വാങ്ങി. പിന്നീട് തൃശ്ശൂരുള്ള കാർ കമ്പനിയിൽ കൊണ്ടുപോയി പരാതിക്കാരിയുടെ പേരിൽ ഒരു കാർ ലോൺ എടുത്ത് പണം കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 5,11,499 രൂപ ലോൺ എടുത്ത് പരാതിക്കാരിയുടെ പേരിൽ ഒരു കാർ വാങ്ങിക്കൊണ്ടുപോയി. കാറിന്റെ ലോണും അടച്ചില്ല. കോടതിയിൽ ഹാജരാക്കിയ സനോജിനെ റിമാൻഡ് ചെയ്തു. ഇയാളിൽ നിന്ന് കാർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MS ഷാജൻ, സബ് ഇൻസ്പെക്ടർമാരായ PR ദിനേഷ് കുമാർ, CM ക്ലീറ്റസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KR ഡിബിൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇനി കാണാം ഇൻഫോടോപ്പ്. നിരവധി ശാരീരിക പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒരു സുപ്രധാന ധാതുവാണ് മഗ്നീഷ്യം. എല്ലുകളുടെയും പേശികളുടെയും ആരോഗ്യത്തിനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും മഗ്നീഷ്യം സഹായിക്കും. മഗ്നീഷ്യം കുറവിൻ്റെ പ്രധാനപ്പെട്ട 4 ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിരവധി ശാരീരിക പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒരു സുപ്രധാന ധാതുവാണ് മഗ്നീഷ്യം. എല്ലുകളുടെയും പേശികളുടെയും ആരോഗ്യത്തിനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും മഗ്നീഷ്യം സഹായിക്കും. മഗ്നീഷ്യം കുറവിൻ്റെ പ്രധാനപ്പെട്ട 4 ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഗ്നീഷ്യം കുറവിൻ്റെ ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങളിലൊന്ന് കുറഞ്ഞ ഊർജ്ജമാണ്. ഇതുമൂലം എപ്പോഴും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുന്നതും മഗ്നീഷ്യത്തിൻ്റെ അഭാവം കൊണ്ടാകാം. മഗ്നീഷ്യം കുറവിൻ്റെ രണ്ടാമത്തെ നിർണായക ലക്ഷണം ക്രമരഹിതമായ ഹൃദയമിടിപ്പാണ്. ശരീരത്തിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയുന്നത് രക്തസമ്മർദ്ദം കൂടാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ മോശമായി ബാധിക്കാനും സാധ്യതയുണ്ട്. മഗ്നീഷ്യത്തിൻ്റെ അഭാവം പേശി വലിവ്, എല്ലുകളുടെ ബലക്കുറവ്, കാൽസിഫിക്കേഷൻ സാധ്യത എന്നിവ വർദ്ധിപ്പിക്കുന്നു. ശരീരത്തിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയുന്നത് മാനസികാരോഗ്യത്തെയും ബാധിക്കാം. ഇതുമൂലം വിഷാദം, ഉത്കണ്ഠ, മൂഡ് സ്വിങ്സ് തുടങ്ങിയവ ഉണ്ടാകാം. ചോക്ലേറ്റിനോടുള്ള കൊതി, ഉറക്കക്കുറവ് തുടങ്ങിയവയും മഗ്നീഷ്യത്തിൻ്റെ കുറവിനെയാകാം സൂചിപ്പിക്കുന്നത്. അതുപോലെ തലവേദന, മൈഗ്രെയിൻ, ഛർദി, വയറുവേദന എന്നിവയും ചിലപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ കുറവിൻ്റെ സൂചനയാകാം. മത്തങ്ങാക്കുരു, നേന്ത്രപ്പഴം, ചുവന്ന അരി, തൈര്, എള്ള്, നട്ട്സ്, ചീര, ഫ്ലാക്സ് സീഡ്, പയർവർഗ്ഗങ്ങൾ, ഡാർക്ക് ചോക്ലേറ്റ് തുടങ്ങിയവയിലൊക്കെ മഗ്നീഷ്യം ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ലക്ഷണങ്ങളിൽ എന്തെങ്കിലും ഉള്ളതുകൊണ്ട് ശരീരത്തിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറവാണെന്ന് സ്വയം കരുതേണ്ട. ലക്ഷണങ്ങൾ ഉള്ളവർ ഒരു ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കുന്നത് നല്ലതാണ്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. കൊടകര BRCയുടെയും അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ 4ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള ആൺകുട്ടികൾക്കായി സൗജന്യ ഫുട്ബോൾ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. പരിശീലനം തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് അളഗപ്പ സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആദ്യ നമ്പർ 9847473698. അടുത്ത നമ്പർ 9633453511. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതി വനിതാ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കമ്മ്യൂണിറ്റി വിമൺ ഫെസിലിറ്റേറ്ററെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. വിമൺ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള റെഗുലർ ബാച്ച് ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. പ്രായപരിധി 35 വയസ്സിൽ താഴെ. യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾ ഏപ്രിൽ 11-നകം പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 8547213100. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8310 രൂപ, പവന് 66,480 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
3 സുബ്രഹ്മണ്യ സമാജം കൈലാസ ശിവക്ഷേത്രത്തിലെ കാവടി മഹോത്സവം വർണ്ണാഭമായി. ഉപ്പിളിയം മുത്തുമല ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം ആഘോഷിച്ചു. തലോരിൽ കോഴി മാലിന്യവുമായി വന്ന പിക്കപ്പ് വൈദ്യുതി പോസ്റ്റിലിടിച്ചു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വാഹനത്തിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യാതെ വന്നതോടെ ദുർഗന്ധം പരന്നത് നാട്ടുകാരെ ദുരിതത്തിലാക്കി. മണ്ണമ്പേട്ടയിൽ റോഡരികിൽ പൈപ്പ് അറ്റകുറ്റപ്പണികൾക്കായി വാട്ടർ അതോറിറ്റി കുഴിയെടുത്തത് അപകടക്കെണിയാകുന്നു. സുരക്ഷാ നടപടി വേണമെന്ന് യാത്രക്കാർ. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള 1ാം സ്ഥാനം കൊടകര ഗ്രാമപഞ്ചായത്തിന്. മുരിയാട് ഗ്രാമപഞ്ചായത്തിന് ഇരട്ട പുരസ്കാരം. ആമ്പല്ലൂർ കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ പത്മഭൂഷൺ ഡോക്ടർ അളഗപ്പ ചെട്ടിയാരുടെ 117ാം ജന്മദിനം ആചരിച്ചു. മുട്ടിത്തടി ശ്രീ ശക്തി ദേവി ക്ഷേത്രത്തിലെ നടതുറപ്പ് പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.